വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീസൺഡ് സ്പാച്ചുല. ഇന്ന് നമുക്കൊരു സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അടുത്തതായി ഒരു പാത്രത്തിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ്, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതൊക്കെ ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് സ്ട്രോബെറി എസൻസും കൂടി ഒഴിച്ച് ബീറ്റ് ചെയ്യാം. സ്ട്രോബെറി കേക്ക് ആയതുകൊണ്ടാണ് സ്ട്രോബെറി എസൻസ് അതിലേക്ക് ഇറ്റിച്ചു കൊടുത്തത്. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മൈദയുടെ മിക്സും കൂടെ ഇട്ട് ചെറുതായൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്തെടുത്താലും മതി. ഈ മിക്സ് നേരത്തെ തയ്യാറാക്കി വെച്ച ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് ട്രേ നേരത്തെ ചൂടാക്കി വെച്ച പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം. ഇതൊന്ന് തട്ടിക്കൊടുക്കാം. ബബിൾസൊക്കെ പോകാനാണ് തട്ടിക്കൊടുക്കുന്നത്. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം. അടച്ച് വെച്ച് 45 മിനിറ്റ് 1 മണിക്കൂറോളം എടുക്കും കേക്കൊന്ന് ബേക്കായി വരാൻ. കേക്ക് റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് അതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ സ്റ്റിഫായി വരണം വിപ്പിംഗ് ക്രീം. ഇതിലേക്ക് 2-3 ഡ്രോപ്പ് സ്ട്രോബെറി എസൻസ് ഇറ്റിച്ചു കൊടുക്കാം. നേരത്തെ മുറിച്ച് വെച്ച കേക്ക് ഓരോന്നായി എടുത്ത് ഷുഗർ സിറപ്പ് നന്നായി വെറ്റ് ചെയ്യണം. അതിനുശേഷം ഈ ക്രീം ഇട്ട് ഓരോ കേക്ക് കഷ്ണങ്ങളും മേലെ വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. സ്ട്രോബെറി ക്രഷാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോ കേക്ക് കഷ്ണവും എടുത്തു വെച്ച് ഇതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായി വെറ്റ് ചെയ്ത് അതിന് മേലെ ക്രീമും ഒഴിച്ച് സ്ട്രോബെറി ക്രഷും ഇട്ട് കേക്ക് റെഡിയാക്കി എടുക്കാം. കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. സ്ട്രോബെറി കേക്ക് റെഡിയായിട്ടുണ്ട്.